നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞങ്ങളൊരു മധുരമാണ് പരിചയപ്പെടുത്തുന്നത്, കേക്ക് പോപ്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു മധുരം. അതുകൊണ്ട് തന്നെ ഈ വാലന്റൈൻസ് ദിനത്തിലും ഈ മധുരം കേക്ക് പോപ്സ് തന്നെ ആകട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ്. ഇത് നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് രാഖി ജെയിൻ. കേക്ക് പോപ്സ് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തന്നെ വേണമെന്നില്ല, വാനില സ്പോഞ്ച് കേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 1/2 കപ്പ് ഉരുകിയ ചോക്ലേറ്റ് അല്ലെങ്കിൽ മെൽറ്റഡ് ചോക്ലേറ്റ്, 2-3 ടീസ്പൂൺ വിപ്ഡ് ക്രീം, 2 ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തത്, ചോക്കോ ചിപ്സ്, ലോലിപോപ്പ് സ്റ്റിക്കുകൾ, പല നിറങ്ങളിലുള്ള സ്പ്രിങ്കിൾസ്, സിൽവർ സ്പ്രിങ്കിൾസ്. കേക്ക് പോപ്സ് ഉണ്ടാക്കാനായി ആദ്യം സ്പോഞ്ച് കേക്ക് എടുത്ത ശേഷം കൈകൾ കൊണ്ട് ഇങ്ങനെ നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വിപ്ഡ് ക്രീമും പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റും ചേർത്ത് ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതിൽ നിന്ന് കുറേശ്ശെയായി ഇങ്ങനെ ചെറിയ ബോളിന്റെ രൂപത്തിൽ ആക്കിയെടുക്കുക. കേക്ക് ബോൾ ഇങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലോലിപോപ്പ് സ്റ്റിക്കുകൾ മെൽറ്റഡ് ചോക്ലേറ്റ് അഥവാ ഉരുകിയ ചോക്ലേറ്റിൽ മുക്കിയ ശേഷം ഈ കേക്ക് ബോളിലേക്ക് ഇങ്ങനെ ഘടിപ്പിക്കണം. ഓരോന്നും ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇത് സെറ്റ് ആകാൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഈ കേക്ക് പോപ്സ് മെൽറ്റഡ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുക. അധികമുള്ള ചോക്ലേറ്റ് ഇങ്ങനെ തട്ടിക്കളയാം. ഇനി ഇതിന്റെ മുകളിലേക്ക് പല നിറങ്ങളിലുള്ള സ്പ്രിങ്കിൾസ് ഇങ്ങനെ വിതറാം. അടുത്ത ചോക്ലേറ്റ് കേക്ക് പോപ്പ് സ്റ്റിക്കും ഇങ്ങനെ ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിൽവർ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ പല നിറങ്ങളിലുള്ള സ്പ്രിങ്കിൾസോ ഒക്കെ ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്. നാവിൽ വെള്ളമൂറുന്ന കേക്ക് പോപ്സ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള രുചികരമായ മറ്റ് വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി എത്താൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.